السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك عليه. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ഭുതപ്പെടാനുള്ള രണ്ട് ഫീൽഡുകളെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും കാണുമ്പോൾ നമ്മൾ തലയിൽ അല്ലെങ്കിൽ മൂക്കിലൊക്കെ കൈവച്ച് അത്ഭുതപ്പെടാറുണ്ട്. എന്തൊരു ഭംഗി, എന്തൊരു പണ്ഡിതൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊരു നാട്ടത്തില് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. അറബികൾ അത്ഭുതപ്പെടുമ്പോൾ അവർക്ക് കേവലം തലയിൽ കൈ വെക്കുന്നതിലുപരി നമ്മളെ വാക്കുകൊണ്ട് ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. എന്തോ ഒരു ഭംഗി അങ്ങനെയൊക്കെ പറയാം. അറബികൾക്ക് അതിൽ ഒരു മാനദണ്ഡമുണ്ട്. അതായത് അവർ അത്ഭുതപ്പെടുമ്പോൾ രണ്ടാലൊരു രൂപത്തിലാണ് അത്ഭുതപ്പെടുക. ഒന്നുകിൽ മാ അഫ്അല എന്ന വസനിലായിരിക്കും അത്ഭുതപ്പെടുക, അല്ലെങ്കിൽ അഫ്ഇൽ ബിഹി എന്ന വസനിലായിരിക്കും അത്ഭുതപ്പെടുക. ഇങ്ങനെ രണ്ട് വസനുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? മാ അഫ്അല, രണ്ടാമത്തത് അഫ്ഇൽ ബിഹി. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏത് കാര്യം കാണുമ്പോഴും മാ അഫ്അല അല്ലെങ്കിൽ അഫ്ഇൽ ബിഹി എന്ന രൂപത്തിൽ അവർക്ക് നേരിട്ട് അത്ഭുതപ്പെടാൻ കഴിയുകയില്ല. ചില മാനദണ്ഡങ്ങളൊക്കെ അറബിയില് അല്ലെങ്കിൽ നഹ്വില് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തിനുള്ള മാനദണ്ഡങ്ങളാണ്? നമ്മൾ ഏതെങ്കിലും ഫീൽഡ് വെച്ചിട്ട് അത്ഭുതപ്പെടുന്നുവെങ്കിൽ മാ അഫ്അല അല്ലെങ്കിൽ അഫ്ഇൽ ബിഹി ഈ രണ്ട് വസനുകളിൽ നേരിട്ട് അത്ഭുതപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ഫീൽഡിന് കുറച്ച് ഷർത്തുകളൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഷർത്തുകളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. ഇവിടെ നമ്മൾ 1, 2, 3, 4 അതായത് കുറച്ച് രൂപങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ രൂപം, അതായത് കൈഫിയത്ത് തഅജ്ജബു മിൻഹു പാഠങ്ങൾക്ക് കാണാം. യുതഅജ്ജബു മിൻഹു ബിമാ അഫ്അല ഔ അഫ്ഇൽ ബിഹി മുബാശറത. നമ്മളൊരു ഫീലിൽ നിന്ന് മാ അഫ്അല അല്ലെങ്കിൽ അഫ്ഇൽ ബിഹി എന്നതുകൊണ്ട് നേരിട്ട് അത്ഭുതപ്പെടണം എന്നുണ്ടെങ്കിൽ ആ ഫീലിൽ ഉണ്ടായിരിക്കേണ്ട ചില യോഗ്യതകളാണ് ആദ്യം പറയുന്നത്. 1, ഫീല് സുലാസിയായിരിക്കണം. 2, താമായിരിക്കണം. അല്ലാതെ നാഖിസ് ആവാൻ പാടില്ല. കാന വഅഖവാത്ത് പോലത്തെ ഫീലുകളെ പോലെ നാഖിസ് ആവാൻ പാടില്ല, താമായിരിക്കണം. അതായത് അതിന് തൊട്ട് ശേഷം വരുന്നത് ഫാഇൽ എന്നൽക്ക് റഫ് കിട്ടുന്ന തരത്തിലുള്ള ഫീലായിരിക്കണം. മൂന്നാമത്തേത്, അതിൽ നിന്നുള്ള വസ്ഫ് അഫ്അല വസനിൽ വരാൻ പാടില്ല. ഇപ്പൊ അഫ്ലർ, ഇപ്പൊ പച്ചയാവാന്നുള്ളതിന്റെ വസ്ഫ് അഫ്ലർ എന്ന അഫ്അല വസനിലാണ് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് നേരിട്ട് അത്ഭുതപ്പെടാൻ പറ്റുകയില്ല. ആ ഫീല് മുസ്ബത്തായിരിക്കണം. മബ്നിയൽ മഅലൂം മഅറൂഫ് ആയിരിക്കണം. മുതസദ്ദിഫ് ആയിരിക്കണം. എന്ന് പറഞ്ഞാല് മാദി മുളാരി അംറൊക്കെ അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാവണം. അല്ലാതെ നിയമ ബിഹ്സ പോലെ ലൈസ പോലെ ഹബ് പോലത്തെ ഫീലുകളിൽ നിന്ന് അതിൽ നിന്ന് മുളാരി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂല. അതൊക്കെ ജാമിദാണ്. അപ്പം ജാമിദാവാൻ പാടില്ല, മുതസദ്ദിഫ് ആവണം. അതോടൊപ്പം ഖാബിലൻ തഫാവുത്തി ഏറ്റക്കുറച്ചിലിനെ സ്വീകരിക്കുന്നതാവണം. മരിച്ചു എന്ന് പറയുമ്പോൾ അതിലെന്ത് ഏറ്റക്കുറച്ചില്? മരിച്ചു ഒക്കെ തന്നെ. ഇതോ ഒരു ചൊർക്കുള്ള മരണം, അങ്ങനെ മരണത്തിന് മറ്റൊരു വസ്തു കൊടുക്കാതെ എന്തൊരു മരണം, ആ രീതിയിൽ അത്ഭുതപ്പെടാൻ പറ്റൂല. അപ്പോ നമ്മള് ഒന്നാമത്തെ കാറ്റഗറി ഇതാണ്. ഏതാ കാറ്റഗറി? മാ അഫ്അല അല്ലെങ്കിൽ അഫ്ഇൽ ബിഹി എന്നതുകൊണ്ട് നമുക്ക് നേരിട്ട് അത്ഭുതപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷനാണ് ഇവിടെ ഷർത്ത് കാണേണ്ടത്. സുരാസിയായ ഫീലായിരിക്കണം, താമാവണം. ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഷർത്ത് മിസ്സായി കഴിഞ്ഞാൽ അതിനുള്ള വിശദീകരണം താഴെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഉദാഹരണം കൊടുത്തത് മാ അഅ്ദലൽ ഖാലിയ അഅ്ദിൽ ബിഹി. രണ്ട് ഉദാഹരണം കൊടുത്തത് മാ അഫ്അല എന്ന കോളാണ്. ഇത് അഫ്ഇൽ ബിഹി എന്ന രൂപത്തിൽ അത്ഭുതപ്പെടുന്ന കോലവുമാണ്. അപ്പൊ മാ അഅ്ദലൽ ഖാലിയ, ഇവിടെ നിങ്ങൾ മാ അഫ്അല എന്ന രൂപത്തിൽ അറബികൾ നേരിട്ട് അത്ഭുതപ്പെട്ടു. കാരണം മാ അഅ്ദല ഒന്നൊരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇല്ല. അതില് നീതി എന്നതിൽ നിന്നാണ് മാ അഅ്ദല, എന്തൊരു നീതി, അല്ലെങ്കിൽ അഫ്ഇൽ ബിഹി അഅ്ദിൽ ബിഹി. കണ്ട, ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് അത്ഭുതപ്പെടാൻ സാധിച്ചത്? അത് ഈ ഫീല് അദല എന്ന ഫീല് സുലാസിയായ ഫീലാണ്. അതോടൊപ്പം താമാണ്. കാരണം അതിനുശേഷം ഫായിൽ നൽകാണ് കിട്ടുക. അതോടൊപ്പം ആദിൽ എന്നാണ്, അല്ലാദത്തിന്റെ വസ്തു ആദൽ എന്നല്ല പറയാറുള്ളത്. അതോടൊപ്പം ഇത് നീതിമാനായി എന്നാണ്, മുസ്ബത്തായ അർത്ഥമാണ്. അതോടൊപ്പം ഇത് മഅറൂഫാണ്, ചെയ്യപ്പെട്ടു എന്നാണ്, നീതി ചെയ്യപ്പെട്ടു എന്നല്ല, നീതിമാനായി എന്നാണ്, അത് മഅറൂഫാണ്. അതോടൊപ്പം ഇതിന് ആദിലും എന്ന മുതസരിഫാണ്, ചൊറപ്പാക്കാൻ പറ്റും. അതുപോലെ നീതി അത് തഫാവുത്തിന്റെ, ചിലര് കുഞ്ഞി നീതി ഉണ്ടാവും, ചിലര് നീതിന്റെ കട്ട ഉണ്ടാവും. അങ്ങനെ ഇത് തഫാവുത്തിനെ സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ സ്വീകരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഫീലിന് ഈ പറയപ്പെട്ട ഷർത്തുകളൊക്കെ ഉണ്ടെങ്കിൽ, ഏതൊക്കെ ഷർത്തുകൾ? സുലാസിയായ ഫീലാണ്, താമാണ്, അതിൽ നിന്നുള്ള വസ്തു അഫ്അല വസനിലല്ല, മുസ്ബത്താണ്, മബ്നിയൽ മഅലൂമാണ്, മുതസദ്ദിഫാണ്, ഖാബിലിന്റെ തഫാവുത്താണ്. ഈ പറയപ്പെട്ട യോഗ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കണേ.
ഈ പറയപ്പെട്ട യോഗ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ ഈ ഫീലുകളിൽ നിന്ന് നമുക്ക് മാ അഫ്അല അഫ്ഇൽ ബിഹി എന്ന രൂപത്തിൽ തന്നെ നമുക്ക് നേരിട്ട് എന്താക്കാൻ പറ്റുന്നതാണ്, നമുക്ക് അത്ഭുതപ്പെടാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ രൂപം. ഇനി രണ്ടാമത്തെ രൂപം എന്താ? ഈ പറയപ്പെട്ട ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും ചിലത് മിസ്സായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒന്നാമത്തെ ഷർത്ത് എന്തായിരുന്നു പറഞ്ഞിരുന്നത്, സുലാസി ആവണം എന്നല്ലേ. ഇനി നമ്മുടെ കയ്യിലുള്ള ഫീല് സുലാസി അല്ല എങ്കിൽ, വയറ സുലാസിയൻ, രണ്ടാമത്തെ കോടതാണ് സുലാസി ആവണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫീല് സുലാസി അല്ല എങ്കിൽ, രണ്ടാമത്തെ എന്താ പറഞ്ഞത്, താം ആവണം എന്നാ പറഞ്ഞത്. നമ്മുടെ കയ്യിലുള്ള ഫീല് താമല്ല നാക്കിസാണ് എങ്കിൽ, അതായത് അതിന് ഏതുപോലെ കാനാവ് ആ ഹവാത്ത് പോലത്തെ നാക്കിസായ ഫീലാണ് എങ്കിൽ, മൂന്നാമത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വസ്വരം പാടില്ലാന്ന. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫീല് അഫ്അല വസ്നിൽ വസ്ഫ് വരുന്ന തരത്തിലുള്ള ഫീലാണ് എങ്കിൽ, ഒന്നുകൂടി ഒന്നാമത്തെ ഷർത്ത് സുലാസി ആവണമെന്നാണ്. അപ്പൊ സുലാസി അല്ല എങ്കിൽ, രണ്ടാമത്തെ ഷർത്ത് താമാവണം എന്നായിരുന്നു. ഇനി താമല്ല നാക്കിസാണ് എങ്കിൽ, മൂന്നാമത്തെ ഷർത്ത് അഫ്അല വസ്നിൽ വസ്ഫ് വരാൻ പാടില്ല എന്നായിരുന്നു. ഇനി നമ്മുടെ കയ്യിലുള്ള ഫീലിന്റെ വസ്ഫ് അഫ്അല വസ്നാണ് എങ്കിൽ, ആദ്യത്തെ 3 ഷർത്തുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എങ്ങനെയാണ് അത്ഭുതപ്പെടാൻ സാധിക്കുക? യുതഅജ്ജബു മിൻഹു ബിമാ അശദ്ദാഹു അശ്ദിർ ബിഹി ഔ നഹ്വിഹി മഅ ഇതിയാനി മസ്ദരിഹി ബഅദഹു സ്വരീഹൻ ഔ മുഅവ്വല. ഇവിടെ അത്ഭുതപ്പെടുമ്പോൾ നേരിട്ടാണ് കയറിച്ചെന്ന് അത്ഭുതപ്പെടാൻ സാധിക്കൂല. മറിച്ച് ആദ്യം മാ അശദ്ദ അല്ലെങ്കിൽ അശ്ദിർ ബി, മാശബ്ദ മാത്രമല്ല കേട്ടോ, അതുപോലെ മാ അസ്അബ, മാ അഖ്ബഹ, അതിനോട് സമാനമായ പദങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഒരു മാധ്യമ ഇടയിൽ ഒരാൾ കയറി വരണം. ഏതുപോലെ മാ അശബ്ദ അല്ലെങ്കിൽ മാ അസ്അബ, മാ അഖ്ബഹ പോലത്തെ ഏതെങ്കിലും പദങ്ങൾ ആദ്യം കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ ഏത് ഫീലിൽ നിന്നാണോ അത്ഭുതപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ആ ഫീലിന്റെ മസ്ദർ സ്വരീഹായിട്ടോ അല്ലെങ്കിൽ മുഅവ്വലായിട്ടോ കൊണ്ടുവരാവുന്നതാണ്. നമുക്ക് ഉദാഹരണം നോക്കാം, ഓരോന്നിനും ഉദാഹരണങ്ങളുണ്ട്. സുലാസി അല്ലാതിരുന്നാൽ ഇസ്ദഹമ എന്ന ഫീല് തിരക്കുള്ളതായി. ഇസ്ദഹമ എന്നുള്ളത് സുലാസി അല്ല, കാരണം 3 അക്ഷരത്തിലധികമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നേരിട്ട് അത്ഭുതപ്പെടാൻ സാധിക്കുകയില്ല. കാരണം നേരിട്ട് അത്ഭുതപ്പെടണം എന്നുണ്ടെങ്കിൽ ആ ഫീല് സുലാസിയായ ഫീലാവണം നമ്മൾ നേരത്തെ കണ്ടീഷൻ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നേരിട്ട് അത്ഭുതപ്പെടാൻ സാധിക്കില്ലെങ്കിൽ എങ്ങനെയാണ് വളഞ്ഞിട്ട് അത്ഭുതപ്പെടുക? അതായത് ആദ്യം നമ്മൾ മാ അശദ്ദ അല്ലെങ്കിൽ അശ്ദിദ് ഏത് നമുക്ക് ഉപയോഗിക്കാം. മാ അശദ്ദ എന്ന് പറയാം. എന്നിട്ട് അതിനുശേഷം ഇസ്ദഹമ എന്നതിന്റെ മസ്ദർ സ്വരീഹൻ നൽകോ മുഅവ്വല നൽകോ പറയാം. അപ്പൊ മാ അശദ്ദ ഇസ്ദിഹാമ, ഇത് സ്വരീഹൻ നൽകുന്ന ഒറിജിനൽ മസ്ദറാണ്. ഇനി മുഅവ്വലായിട്ട് അൻ വൽ ഫീലാണ് മുഅവ്വൽ എന്ന് പറഞ്ഞാൽ, അപ്പൊ മാ അശദ്ദ അൻ, മാ അശദ്ദ ഇസ്ദിഹാമൽ മൽഹ, മാ അശദ്ദ അൻ യുസ്ദഹിമൽ മൽഹ. കണ്ട, ഇത് മസ്ദർ സ്വരി, മാ അശദ്ദ പ്ലസ് മസ്ദർ സ്വരീഹ്, മാ അശദ്ദ പ്ലസ് മസ്ദർ മുഅവ്വൽ. ഇവിടെ അങ്ങനെ തന്നെ അശ്ദിദ് ബി പ്ലസ് മസ്ദർ സ്വരീഹ്, അശ്ദിദ് ബി പ്ലസ് മസ്ദർ മുഅവ്വൽ കൂടി ഇവിടെ പറ്റും. അശ്ദിദ് ബി അൻ യസ്ദഹിമൽ മൽഹ, അങ്ങനെയും പറ്റും. അപ്പൊ സുലാസി അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു. ഇനി കൗനദ്ദവാഇ മുറ, എന്തോ ഒരു കൈപ്പുള്ള മരുന്ന്. ഇവിടെ കാന എന്നുള്ള ഫീല് ഇത് താമല്ല, കാരണം നാഖിസായ ഫീലാണ്. കാനദ്ദവാഉ മുറ, ഈ ദവാ എന്നുള്ളത് കാനന്റെ ഫായിലല്ല, മറിച്ച് ഇസ്മും ഇത് ഖബറുമാണ്. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് നാഖിസായ ഫീല്. ഇതിന് നമ്മൾ അത്ഭുതപ്പെടുമ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിക്കലും മാ അശദ്ദ അല്ലെങ്കിൽ അതിനോട് സമാനമായി ഏതെങ്കിലും പദം ഉപയോഗിക്കുക. അതിനുശേഷം ഈ ഫീലിന്റെ മസ്ദർ സ്വരീഹ നിൽക്കോ മുഅവ്വല നിൽക്കോ ഉപയോഗിക്കുക. മാ അസ്അബ കൗനദ്ദവാഇ മുറ, കൗന് ഇത് ഒറിജിനൽ മസ്ദറാണ്. അല്ലെങ്കിൽ മാ അസ്അബ അൻ യകൂന, ഇത് മസ്ദർ മുഅവ്വലാണ്, അൻ വൽ ഫിഅൽ. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ അസ്ഇബ് ബികൗനിഹി മുറ, അസ്ഇബ് ബി അൻ യകൂന അദ്ദവാഉ മുറ, രണ്ട് കോലത്തിൽ പറ്റും. ഇനി അഫ്അല വസ്നിലാണ് വസ്ഫ് വന്നതെങ്കിൽ, ഉദാഹരണം ഖുദ്റത്ത്, അത് അഫ്ലർ എന്നാണ് അതിന്റെ വസ്ഫ് വരുന്നത്, പച്ച എന്നുള്ളതിന്, പച്ചയുള്ളത്. അത് നമ്മൾ എങ്ങനെ പറയാം? മാ അശദ്ദ ഖുദ്റത്ത സർഇ, മാ അശദ്ദ പ്ലസ് മസ്ദർ സ്വരീഹ്, മാ അശദ്ദ അൻ യഖ്ലറ സർഉ, മാ അശദ്ദ പ്ലസ് മസ്ദർ മുഅവ്വൽ. അശ്ദിദ് ബി ഖുദ്റതിഹി, അശ്ദിദ് ബി പ്ലസ് മസ്ദർ സ്വരീഹ്, അശ്ദിദ് ബി അൻ യഖ്ലറ സർഉ, മസ്ദർ അശ്ദിദ് ബി പ്ലസ് മസ്ദർ മുഅവ്വൽ. അപ്പോ ആദ്യത്തെ ഈ 3 ഷർത്തുകൾ നഷ്ടപ്പെട്ടാല് എങ്ങനെയാണ് അത്ഭുതപ്പെടുന്നത് എന്നാണ്. അത്ഭുതപ്പെടുന്നതിനുള്ള രൂപവും അതിന്റെ നിയമവും ഒക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഷർത്തുകൾ അവിടെ ഉണ്ടായിരുന്നു അല്ലെ, ആ ഷർത്തുകളെ പറ്റിയാണ് എനിക്ക് പറയാൻ പോകുന്നത്. ആദ്യത്തെ 3 ഷർത്ത് നഷ്ടപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു. ഇനി 4ാമത്തെ ഷർത്ത് എന്തായിരുന്നു? മുസ്ബത്താവണമെന്ന ഷർത്ത് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന പേര് മുസ്ബത്തല്ല മംഫിയാണ് എങ്കിൽ, ഉദാഹരണം മംഫിയാണെങ്കിൽ, ഇനി അതല്ല മബിനിയലിൽ മഅലൂം ആവണമെന്ന് പറഞ്ഞു, മഅറൂഫ് ആവണമെന്ന് പറഞ്ഞു. ഇനി അത് മബിനിയലിൽ മജ്ഹൂലി, അത് മജ്ഹൂലാണെങ്കിൽ അപ്പോഴൊക്കെ എന്താണ് ചെയ്യുക? നോ പ്രോബ്ലം. നേരത്തെ പറഞ്ഞതുപോലെ യുതഅജ്ജബ് മിൻഹു ബിമാ അശദ്ദ ഔ അശ്ദിദ് ബിഹി മത്ലൂബൻ,
മത്ലുബൻ ബിമസ്തരിഹി മത്ലുബൻ ബിമസ്തരിഹി മുഅവ്വല. ഓക്കെ, എന്താ പറഞ്ഞത്? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒന്ന് മുസ്ബത്ത് ആവണം, അതോടൊപ്പം മഅറൂഫ് ആവണം പറഞ്ഞിരുന്നു. ഇത് മുസ്ബത്ത് അല്ല മംഫി ആണെങ്കിൽ, മഅറൂഫ് അല്ല മജ്ഹൂലാണ് എങ്കിൽ, ഈ രണ്ട് ഷർത്തുകളാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് അത്ഭുതപ്പെടുന്നത്? ആശദ്ദ ഔ അഷ്ദബി തന്നെ കൊടുക്കുക. അതിനുശേഷം മസ്തർ മുഅവ്വൽ മാത്രമേ പറ്റുള്ളൂ. ഈ പച്ച നിറത്തിൽ കൊടുത്തത് മസ്തർ സ്വരീഹും പറ്റുമായിരുന്നു, മസ്തർ മുഅവ്വലും പറ്റുമായിരുന്നു. ഇവിടെ എന്ത് മാത്രമേ പറ്റുള്ളൂ? മസ്തർ മുഅവ്വൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണം, മാ അഖബഹ അയ്യു ആഖബൽ ബരിഉ, ഒരു ബരി ആയ ആള്, കുറ്റവാളി അല്ലാത്ത ഒരാളെ ശിക്ഷിക്കപ്പെടാന്നുള്ളത് എന്തോ ഒരു മോശമാണ്. അപ്പൊ യുആഖബു എന്ന പേര് അത് മജ്ഹൂലാണ്. അപ്പൊ മജ്ഹൂലായ പേരിൽ നിന്ന് അത്ഭുതപ്പെടുമ്പോ മാഅശദ, മാഅസ്അബ, മാഅഖബഹ പോലത്തെ പേരുകൾ കൊണ്ടുവന്നതിന് ശേഷം ആ ഫീലിന്റെ മസ്തർ മുഅവ്വൽ മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായ? അയ്യു ആഖബ എന്ന മസ്തർ മുഅവ്വൽ മാത്രമേ പറ്റുള്ളൂ. അഖ്ബിഹ് ബി അയ്യു ആഖബ, അഫ്ഇൽ ബിഹി വസനില്. ഇനി അടുത്തത് നോക്കി, മംഫി ആവണം, മുസ്ബത്ത് ആവണം എന്ന് പറഞ്ഞിരുന്നു. മംഫി ആയാലോ ഈ പറഞ്ഞതുപോലെ തന്നെ പോലത്തെ പേരുകൾ എടുത്തിട്ട് ഈ ഫിഅലിന്റെ മസ്തർ മുഅവ്വൽ മാത്രമേ പറ്റുള്ളൂ. നിർമ്മാതാവ് കളവ് സത്യം പറയാതിരിക്കുക എന്നുള്ളത് എന്തൊരു ഇടങ്ങാറാണ്. അവിടെ അല്ലാ ഇസ്തുക എന്നുള്ളത് മംഫിയാണ്. മംഫി ആകുമ്പോ പോലത്തെ കൊണ്ടുവരാതിന് ശേഷം മസ്തർ മുഅവ്വൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ഓക്കെ, അപ്പോ 4-5 ഷർത്തുകൾ നഷ്ടപ്പെട്ടാൽ, അതായത് മഅറൂഫ് ആവണം എന്നുള്ളടത്ത് മജ്ഹൂലായാൽ, മുസ്ബത്ത് ആവണം എന്നുള്ളടത്ത് മംഫി ആയാൽ അതിന്റെ അത്ഭുതപ്പെടാനുള്ള നിയമമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടീം വ്യത്യാസമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം രണ്ടാമത്തെ ടീമില് മസ്തർ സ്വരീഹും മുഅവ്വലും പറ്റുമായിരുന്നു, മൂന്നാമത്തെ ഈ ടീമില് മസ്തർ മുഅവ്വൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നൊരു വ്യത്യാസം കൂടിയുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മളൊരു നാലാമത്തെ ടീം കൂടിയുണ്ട്. അതായത് ഇനി നമുക്ക് 2 ഷർത്ത് കൂടി ബാക്കിയുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഷർത്ത്? ആ ഫിഅല് മുതസദ്ദിഫ് ആവണം, അതുപോലെ തന്നെ അത് ഖാബിലൽ തഫാവുത്തിന് ഏറ്റക്കുറച്ചിലിനെ സ്വീകരിക്കുന്നതാവണം. അപ്പൊ നമ്മൾ എടുത്തുള്ള മുതസദ്ദിഫ് അല്ല ജാമിദായാൽ, ഉദാഹരണം നിയമ എന്നുള്ള പേര് ജാമിദായതിനെ സ്വർപ്പാക്കാൻ പറ്റൂല. ഇനി മഅന തഫാവുത്താവാത്തതാണ് മാത്ത, അത് ഓൻ വെച്ചു, ഓൻ 2 വട്ടം വെച്ചു, അങ്ങനത്തെ ഐറ്റംസ് മരണമൊന്നുമില്ല. മരണം തന്നെ, എന്തോ ഒരു മരണം, അങ്ങനെ മരണത്തിന് ഏറ്റക്കുറച്ചിലില്ല. ഇത്തരം പേരുകളിൽ നിന്ന് അതിന്റെ കണ്ടീഷൻ ഇല്ല. അത് നമുക്ക് അത്ഭുതപ്പെടാൻ ഒരു വഴിയുമില്ല, അത്ഭുതപ്പെടാൻ പറ്റൂല എന്നന്നെ അതിന്റെ വഴി. ഓക്കെ, അപ്പൊ ജാമിദാവുകയോ അല്ലെങ്കിൽ മയന തഫാവുത്തിനെ സ്വീകരിക്കാത്തതോ ആണെങ്കിൽ അവിടുത്തെ വഴി നമുക്ക് അതിൽ നിന്ന് അത്ഭുതപ്പെടാൻ ഒരു മാർഗവുമില്ല. ഓക്കെ, അപ്പോ നമ്മള് അത്ഭുതപ്പെടുന്നതിന്റെ വിവിധങ്ങളായ രൂപം, എങ്ങനെയൊക്കെയാണ് അത്ഭുതപ്പെടേണ്ടത് ഒക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു നേരിട്ട് അത്ഭുതപ്പെടണം എന്നുണ്ടെങ്കിൽ എത്ര ഷർത്തുകൾ നമ്മൾ പറഞ്ഞത്? 7 ഷർത്തുകൾ പറഞ്ഞിരുന്നു. ഇതാണ് 7 ഷർത്തുകൾ പറഞ്ഞു. സുലാസി താമ് അതിന് ഉദാഹരണം പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് നേരിട്ട് അത്ഭുതപ്പെടാമെന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് ആദ്യത്തെ 3 ഷർത്തുകളാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ അവിടെ മാഅശത അല്ലെങ്കിൽ എന്നതുകൊണ്ട് അത്ഭുതപ്പെടാം. അതോടൊപ്പം അതിനുശേഷം നമ്മൾ അത്ഭുതപ്പെടാൻ ഉദ്ദേശിച്ച ഫീലിന്റെ മസ്തർ സ്വരീഹോ അല്ലെങ്കിൽ മസ്തർ മുഅവ്വലോ ഉപയോഗിക്കണം. 4-5 ഷർത്തുകളാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ അവിടെ നമുക്ക് അത്ഭുതപ്പെടണമെങ്കിൽ പോലാത്തതും അതിനോടൊപ്പം ഈ നമ്മൾ അത്ഭുതപ്പെടാൻ ഉദ്ദേശിച്ച ഫീലിന്റെ മസ്തർ മുഅവ്വൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി 6-7 വസ്തുക്കളാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് അത്ഭുതപ്പെടാൻ ഒരു മാർഗവുമില്ല. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് അത്ഭുതപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശുക്രൻ ജസീലൻ ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.